ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസ് നേതാവ് MP ടെലിഫോൺ ലൈനിൽ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കേട്ടതും കണ്ടതുമൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് വ്യാപ്തിയുള്ള കൊടും കൊള്ള ശബരിമലയ്ക്കകത്ത് നടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അത് സ്ഥിരീകരിക്കുന്നത് SIT തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം പുതുതായി വരുന്ന വിവരങ്ങൾ കൂടി ചേർത്ത് വെക്കുമ്പോൾ തൃപ്തികരമാണോ നിങ്ങൾക്ക്, പ്രതിപക്ഷത്തിന്? ഒരു കാരണവശാലും ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമല്ല. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാമല്ലോ, ഈ 2019 നടന്ന ഈ കൊള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയന്റെ പോലീസല്ല ഇത് കണ്ടുപിടിച്ചത്. പോലീസ് അന്വേഷണം നടത്തിയല്ലല്ലോ ഇത് കണ്ടുപിടിച്ചത്. ഈ 2019 നടക്കുന്ന ഈ കൊള്ള കണ്ടുപിടിക്കുന്നത് ഹൈക്കോടതിയുടെ വിജിലൻസ് വിങ് ആണ്. ആ വിജിലൻസ് വിങ്ങിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെക്കുറിച്ച് വ്യാപകമായി അന്വേഷണം ആവശ്യമാണെന്ന് കണ്ടെത്തി ഒരു SIT നിയമിച്ചു. അപ്പൊ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഹൈക്കോടതി തന്നെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോ കേരള പോലീസിനകത്ത് ഏറ്റവും സമർത്ഥരായ, അഴിമതിരഹിതരായ ഉദ്യോഗസ്ഥന്മാരെ കോടതി തന്നെയാണ് തിരഞ്ഞെടുത്ത് SITയിൽ നിയോഗിച്ചത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇതെല്ലാം പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആത്യന്തികമായി പോലീസിന്റെ കൂറും വിധേയത്വവും പ്രതിബദ്ധതയും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോടും ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനോടാണ്. അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണം നിലവിലുള്ളത് കൊണ്ട് അവർ പരമാവധി അന്വേഷിച്ച് സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോയപ്പോഴാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നത്. ഇതിനകത്ത് നമുക്കറിയാമല്ലോ, ശ്രീ വാസു 2 പ്രാവശ്യം കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അദ്ദേഹം പിന്നെ ലാൻഡ് ട്രൈബ്യൂണൽ ജഡ്ജിയായി. അത് കഴിഞ്ഞ് ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി. അത് കഴിഞ്ഞ് ദേവസ്വം കമ്മീഷനായി. ഒരു ദേവസ്വം കമ്മീഷന്റെ കാലാവധി 3 വർഷമാണ്, അദ്ദേഹത്തിന് 6 വർഷം കൊടുത്തു. അതിനുശേഷം ദേവസ്വം ബോർഡ് മെമ്പറാക്കി. അത് കഴിഞ്ഞ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി. അപ്പോ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി, അത് കഴിഞ്ഞ് ഉദ്യോഗസ്ഥ തലത്തിൽ 4-5 പേരെ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് വാസുവിലെത്തിയത്. മൊഴികളുടെ അടിസ്ഥാനത്തിലാണ്, കൃത്യമായ അന്വേഷണത്തിലാണ് പത്മകുമാറിലെത്തിയത്. പത്മകുമാറിലെത്തിയപ്പോ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന് പറയുന്ന പോലെ ഒരു ചീഞ്ഞു നാറ്റം ആരംഭിച്ചു. അന്വേഷണം സ്റ്റാഗ്നേറ്റ് ചെയ്തു. പിന്നീട് അവിടുന്ന് അന്വേഷണം പോയത് കോടതിയുടെ ശക്തമായ താക്കീതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് മെമ്പർ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് 4 ദിവസം അത് ഗോപ്യമായി വെച്ചു, രഹസ്യമായി വെച്ചു. എന്തിനാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന രഹസ്യമായി വെക്കേണ്ട എന്താണ് കാര്യം? എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയല്ലോ ശബരിമലയിൽ ഒരു ഗാനം, സ്വർണം കെട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. സഖാക്കളാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ കടകംപള്ളി സുരേന്ദ്രനെ പിടിച്ചു കഴിഞ്ഞാൽ ദൈവതുല്യനായ ഒരാൾ ഇതിനകത്തുണ്ടെന്ന് പറയുന്നു. എന്തായാലും അത് അയ്യപ്പനല്ലല്ലോ. അയ്യപ്പനല്ലാത്ത സ്ഥിതിക്ക് കാരണഭൂതലിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് വന്നതുകൊണ്ടാണ് അന്വേഷണത്തിനകത്തൊരു മരവിപ്പ് വന്നത്. ശ്രീ രമേശ് ചെന്നിത്തല ഒരു വിദേശ വ്യവസായിയുടെ മൊഴി SITക്ക് കൊടുത്തു. ആ SITയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിൽ ദിണ്ടിക്കൽ അന്വേഷണം പോയത്, ബാലമുരുകനിലേക്കും മണിയിലേക്കും പോയത്. ഇനിയിപ്പോ ഒരു കാര്യം പറയാം, കോടാനുകോടി രൂപ വില മതിക്കുന്ന വസ്തുക്കളാണ് ഇത്. സ്വർണത്തിന്റെ മൂല്യമല്ല, ശബരിമലയിലെ നമുക്ക് പറഞ്ഞ ആന്റിക്സ്, അതിനൊക്കെ കോടാനുകോടി വില കിട്ടുന്നതാണ്. അപ്പോ ഈ അന്വേഷണം ഇനി കേരള ഗവൺമെന്റ് നടത്തിയാൽ, SIT നടത്തിയാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് ഇനി പിണറായി വിജയൻ പിടികൊടുക്കും. കാരണം അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നു. കടകംപള്ളി കൂടി അകത്തായാൽ പിന്നെ അവർക്ക് നിൽക്കക്കള്ളി ഇല്ലാതെ വരും. അതുകൊണ്ട് അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI ഏൽപ്പിച്ചില്ലെങ്കിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത്.